ഗാർഡനില് മോസ്കിറ്റോ നെറ്റിന് എന്ത് കാര്യം എന്നല്ലേ? ഇന്ന് ഇതുകൊണ്ടൊരു ചെറിയ പരിപാടിയുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബെഡിൽ ഉണ്ടായിരുന്ന പഴയ നെറ്റാണേ. ഇതിൻ്റെ സൈഡിലുള്ള കമ്പി നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം. ഈ വലയൊക്കെ എടുത്ത് കളയാട്ടോ. ഫുള്ള് ഹോളുകളാണ്. ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നല്ല പാട് കിട്ടു കേട്ടോ. കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ബുദ്ധിമുട്ടിയതാ നല്ല റൗണ്ടിന് ഒരു കമ്പി നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നല്ല നീളമുള്ള ഇതുപോലൊരു വടിയാണേ. അപ്പോൾ ഇത് തേക്കിൻ്റെ കൊമ്പാണ്. അങ്ങനെ ഇങ്ങനൊന്നും പാഴി പോകത്തില്ല കേട്ടോ. ഇതിൻ്റെ ഈ കൊമ്പുകളിലേക്ക് ഈ കമ്പി നമുക്കൊന്ന് ചുറ്റി വരിഞ്ഞ് വെച്ചു കൊടുക്കാം. അതായത് ഒരു പൂവ് പോലൊക്കെ ഡിസൈൻ ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും നടന്നില്ലെങ്കിലും ഒരു ഏകദേശ രൂപമൊക്കെ ആയിട്ടുണ്ട്. ഇനി ചെറിയ പ്ലാസ്റ്റിക് വയറും കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരിഞ്ഞ് കെട്ടിക്കൊടുക്കാം. ഇത് എന്താണ് പരിപാടി എന്ന് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ മണിമുല്ല പടർത്തി വിടാനാണ് കേട്ടോ. ഇത് നന്നായിട്ട് പടർന്നു വന്ന വലിയ പ്ലാന്റ് ആയിരുന്നേ. നമ്മുടെ ചുവര് തേച്ച സമയത്ത് ഈ ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയപ്പോൾ അടിയിലെ മണ്ണ് കുറേ ഒളിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ചെടിക്ക് ക്ഷീണവും തളർച്ചയൊക്കെ വന്നപ്പോൾ കാര്യം ഗുരുതരമാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. അടിയിൽ മണ്ണിടാൻ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അതും പൂക്കാറായ സമയമാണ്.